പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വാട്സപ്പ് മെസ്സേജിനെ കുറിച്ചാണ്. ഒരുപാട് ആളുകൾ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ആ വാട്സപ്പ് മെസ്സേജിലുള്ളത് ഇങ്ങനെയാണ്: നവംബർ 4-ന് പുതിയ നിയമം വരുന്നുണ്ട്, വിവാഹപ്രായം 21 ആക്കിയിട്ട്. അങ്ങനെ നിയമം വന്നാലും മുസ്ലിങ്ങൾക്കൊരു പ്രശ്നമല്ല, ഇവിടെ ലിവിങ് ടുഗദർ ഉണ്ട്, അതനുസരിച്ച് ജീവിക്കാം. അവരൊരു തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹു മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ മെസ്സേജ്. ഇത് വളരെ അപകടകരമായ ഒരു മെസ്സേജാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ലിവിങ് ടുഗദർ എന്നൊരു കൺസെപ്റ്റിനെ വളരെ നിസാരമാക്കിയിട്ട് കൊണ്ടുവരുന്നൊരു മെസ്സേജാണ് ഇത്. യഥാർത്ഥത്തിൽ അത്ര നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല ലിവിങ് ടുഗദർ എന്നുള്ളത്. കാരണം വിവാഹമെന്ന് നമുക്കറിയാം, ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരുപാട് ആളുകളുടെ സാന്നിധ്യത്തിൽ നടത്തുന്ന ഒരു ചടങ്ങാണ് നിക്കാഹ്, വിവാഹമൊക്കെ. അതിലൂടെ നമുക്ക് വലിയൊരു സംരക്ഷണം ലഭിക്കുന്നു. ഇത്രയും ആളുകൾ അറിഞ്ഞ് ഇത്രയും ആളുകളുടെ സാന്നിധ്യത്തിലായി നടക്കുക എന്നത് അത് വലിയൊരു കാര്യമാണ്. അതല്ല പ്രധാന പ്രശ്നം. ലിവിങ് ടുഗദറിൻ്റെ പ്രധാന പ്രശ്നം മറ്റൊന്നാണ്. ലിവിങ് ടുഗദർ എന്നൊരു കൺസെപ്റ്റ് വരുന്നത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ എത്ര കാലം വേണി ജീവിക്കാം. അതൊരാഴ്ചയാവട്ടെ, 2 ദിവസമാവട്ടെ, വർഷങ്ങളാവട്ടെ, ഇങ്ങനെയൊക്കെ ജീവിക്കാം. എന്ന് ഇഷ്ടപ്പെടുന്നോ അന്ന് രണ്ടാൾക്കും ഇഷ്ടമാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാം. എന്നാണോ ഇഷ്ടം കുറയുന്നത് അന്ന് പിരിയാം. ഇതാണ് ലിവിങ് ടുഗദറിൻ്റെ കൺസെപ്റ്റ്. അത് പിൽക്കാലത്ത് വർഷങ്ങളായിട്ട് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ കുട്ടികൾ ഉണ്ടാവുമല്ലോ. കുട്ടികൾ ഉണ്ടായതിനു ശേഷം പിന്നെ പിരിയുമ്പം ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടാവും അല്ലേ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളൊക്കെ നോക്കണം, അവരുടെ പഠനത്തിന് ചിലവാണ്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പം അവർ കോടതിയിൽ പോയി, ചിലവിന് കിട്ടാൻ വേണ്ടി കോടതിയിലൊക്കെ പോയി. അന്നൊന്നും കോടതിയിൽ നിയമങ്ങളില്ല, ഇതിനെ ഡീൽ ചെയ്യാനുള്ള നിയമങ്ങളൊന്നുമില്ല. 1976-ലാണ് അമേരിക്കയിൽ വന്നത്, കോടതിയിൽ വന്നത്. 2006 മുതലാണ് ഇന്ത്യയിലൊക്കെ ഈ ഒരു സാധനം കോടതിയിലേക്ക് എത്തുന്നത്. അങ്ങനെ കോടതിയിലെത്തിയപ്പം കോടതിയിൽ നിയമങ്ങളില്ല. വ്യത്യസ്തമായ കേസുകൾ വന്നപ്പോൾ കോടതി ഒരു ഗൈഡ് ലൈൻ പുറപ്പെടുവിക്കാൻ വേണ്ടി വന്നു. ഈ ഒരു പ്രശ്നം എല്ലാവരെയും ബാധിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, ചിലരെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇങ്ങനൊരു പ്രശ്നം ഇല്ലാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഇത് അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ ഇത് അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഇപ്പോൾ വിവാഹപ്രായം 18 മാറിയിട്ടൊന്നുമില്ല. അങ്ങനെ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ച് വിടുകയാണ്. കല്യാണം കഴിച്ച് വിട്ടതിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിലെത്തിയിട്ട് അവൾക്കെതിരെ എന്തെങ്കിലും അക്രമം നേരിടുകയാണെങ്കിൽ നിങ്ങൾക്ക് പോലീസിൽ പരാതി കൊടുക്കാൻ പറ്റും, കോടതിയിൽ പരാതി കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലിവിങ് ടുഗദർ എന്ന കൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇഷ്ടമുള്ളപ്പം ജീവിക്കാം, ഇഷ്ടമുള്ളപ്പം പിരിയാം. ഇങ്ങനെയാണ് കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നീട് വർഷങ്ങൾ ഈ ഒരു പ്രോസസ്സ് തുടർന്നപ്പോൾ കോടതി അതിൽ ഇടപെട്ടു. അവർക്കും കോടതിയിൽ സമീപിക്കാം എന്നൊരു നിയമം വന്നു. ഇങ്ങനെ ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുകയാണ്, അതിൽ ആക്രമിച്ചാൽ കോടതിയിൽ വന്നിട്ട് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണ് ഇത് ഡീൽ ചെയ്യുന്ന നിയമം. അത് പ്രകാരം കോടതിയിൽ സമീപിക്കാം എന്ന നിയമം വന്നു. പക്ഷേ ആ നിയമം വന്നപ്പോൾ കോടതി അവിടെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കണ്ടീഷനാണ് നമുക്ക് വലിയ തലവേദനയായിട്ട് മാറുന്നത്. ഒരു കണ്ടീഷനല്ല, ഒരുപാട് കണ്ടീഷൻ ഉണ്ട്. പക്ഷേ അതിലൊന്നാണ് നമുക്ക് തലവേദനയായിട്ട് മാറുക. കാരണം ഇപ്പം സങ്കല്പിക്കുക, 21 വയസ്സ്, വിവാഹപ്രായം 21 വയസ്സായിട്ട് നിയമം വന്നു. അതിനുശേഷം 18 വയസ്സായതിനു ശേഷം നിങ്ങളുടെ മകളെ ലിവിങ് ടുഗദറായിട്ട് ജീവിക്കാൻ ഒരു പുരുഷൻ്റെ കൂടെ നിങ്ങൾ വിടുകയാണ്. നിയമപരമായിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, ഒരു രേഖയിലും കല്യാണം കഴിച്ചതിന് യാതൊരു തെളിവുമില്ല. അങ്ങനെ ഒരു പുരുഷൻ്റെ കൂടെ നിങ്ങളുടെ മകളെ ലിവിങ് ടുഗദറായിട്ട് ജീവിക്കാൻ വിടുകയാണ്. അങ്ങനെ ജീവിക്കാൻ വിട്ടതിന് ശേഷം ആ വീട്ടിലെത്തിയാൽ നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും അക്രമം നേരിടുകയാണ്. ഒരു പക്ഷേ ഭർത്താവിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മയുടെ അടുത്ത് നിന്നായിരിക്കാം, സഹോദരന്മാരുടെ അടുത്ത് നിന്നായിരിക്കാം. ഏതെങ്കിലും രീതിയിൽ അക്രമം നേരിടുകയാണ്. അങ്ങനെ നേരിടുകയാണെങ്കിൽ നിങ്ങൾക്ക് പോലീസിൽ പരാതി കൊടുക്കാൻ പറ്റോ ഇല്ലേ എന്നാണ് ചോദ്യം. ലിവിങ് ടുഗദറായി ജീവിക്കുന്നവർക്കും പോലീസിലും കോടതിയിലും പോകാൻ പറ്റും. പക്ഷേ ചില കണ്ടീഷൻ ഉണ്ട്. അതിലൊരു കണ്ടീഷനാണ് നിയമപരമായിട്ട് വിവാഹപ്രായം എത്തിയവരാകണം ഈ ലിവിങ് ടുഗദറായി ജീവിക്കുന്ന ആളുകൾ എന്ന നിയമം. ഇവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലിവിങ് ടുഗദറായി ജീവിക്കാൻ വിവാഹപ്രായം എത്തേണ്ട ആവശ്യമില്ല, 18 വയസ്സായാൽ മതി. ആണിനും പെണ്ണിനും 18 വയസ്സായാൽ അവർക്ക് ഇഷ്ടമുള്ള ആളോടുകൂടി ഇഷ്ടത്തോടെ ജീവിക്കാൻ പറ്റും. 18 വയസ്സായാൽ മതി. ആണിനും 18 വയസ്സ്, പെണ്ണിനും 18 വയസ്സ്. അവർക്ക് ഇഷ്ടമുള്ള ആളോടുകൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ കോടതിയിൽ സമീപിക്കണമെങ്കിൽ വിവാഹപ്രായം എത്തിയതിന് ശേഷമുള്ള ജീവിതം മാത്രമേ കോടതിയിൽ എടുക്കുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പം വിവാഹപ്രായം 21 വയസ്സായിരിക്കണം കേട്ടോ. 21 വയസ്സായതിനു ശേഷം ലിവിങ് ടുഗദറായി ജീവിക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നം നേരിടുകയാണെങ്കിൽ മാത്രമേ കോടതിയിൽ സമീപിക്കാൻ പറ്റുള്ളൂ, പോലീസ് സ്റ്റേഷനിലൊക്കെ പോകാൻ പറ്റുള്ളൂ. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം കോടതിയിൽ പോകാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മുടെ കേസ് ഇവിടെ എങ്ങനെയാണ്? നമുക്ക് 21 വയസ്സായിട്ടില്ല, 18 വയസ്സേ കഴിഞ്ഞിട്ടുള്ളൂ. 21 വയസ്സായിട്ടില്ല, അതിന് മുന്നൊരു പ്രായമാണ്. ആ സമയത്താണ് നമ്മൾ ലിവിങ് ടുഗദറായി ജീവിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും വിവാഹപ്രായം എത്താത്തത് കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റില്ല. നമ്മുടെ മകളെ അങ്ങനെ പറഞ്ഞയച്ചു, ഒരു മാസമൊക്കെ ജീവിച്ചു, പിറ്റേന്ന് വീട്ടിൽ കൊണ്ടുവന്നാക്കി, അയാളൊന്നും നോക്കണില്ല, വിളിക്കുന്നില്ല, നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഒന്നും ചെയ്യാൻ കഴിയില്ല.
എന്നാൽ വിവാഹപ്രായം 18 വയസ്സ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 18 വയസ്സായതിനു ശേഷം ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒഴിവാക്കുകയാണെങ്കിലൊക്കെ കോടതിയിൽ പോകാൻ പറ്റും. പക്ഷേ വിവാഹപ്രായം 21 ആയതിനു ശേഷം കോടതിയിൽ പോകണമെങ്കിൽ ലിവിങ് ടുഗദറായിട്ട് ജീവിക്കുമ്പോഴും 21 വയസ്സായതിനു ശേഷമേ പോകാൻ പറ്റുള്ളൂ എന്നാണ് നിയമം പറയുന്നത്. കോടതിയുടെ വിധിയിൽ ഒരുപാട് കണ്ടീഷനിൽ ഒരു കണ്ടീഷൻ അതാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീകളുടെ പെൺകുട്ടികളുടെ സുരക്ഷിതത്വത്തിന് ബാധിക്കുന്ന ഒരു കാര്യമാണ് ലിവിങ് ടുഗദർ എന്നൊരു ഒരു ഒരു പ്രോസസ്സ്, ഒരു കൺസെപ്റ്റ്. അല്ലാതെ നമ്മളിങ്ങനെ മെസ്സേജിൽ കാണും പോലെ ഇതിനെന്താ നമുക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വികാരം കൊള്ളേണ്ട സാധനമല്ല. നിയമത്തിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പം ഇപ്പം എന്തായാലും ഒരു പുരുഷന് ഒരു സ്ത്രീയെ വേണ്ടെങ്കിലും കൊണ്ട് നടക്കുന്നത് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും, പോലീസ് കേസാകും എന്നൊരു കൺസെപ്റ്റിലെങ്കിലും സ്ത്രീകളെ സംരക്ഷിക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? നിയമത്തെ പേടിച്ചുകൊണ്ടാണ്, നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമെന്ന് പേടിച്ചുകൊണ്ടാണ്. എന്നാൽ ഇങ്ങനെ ലിവിങ് ടുഗദറായി വിടുകയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നാക്കിയ തന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നഷ്ടപരിഹാരം ചോദിച്ച് ചെന്നാൽ അവർ മാന്യത ഉണ്ടെങ്കിൽ തരുമല്ലാതെ നമുക്ക് ലീഗലായിട്ട് പോലീസിൽ പരാതി കൊടുത്ത് കോടതിയിൽ പരാതി കൊടുത്ത് അങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു നിയമസാധുതയുള്ള സാധനമല്ല ഇത് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പം വളരെ നിസ്സാരമായിട്ട് കാണരുത് എന്നതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അല്ലേ, നമുക്ക് ലിവിങ് ടുഗദർ ഉണ്ടല്ലോ, അതിലൂടെ ജീവിക്കാം എന്ന് വളരെ നിസ്സാരമായി കാണരുത്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഈ ഒരു പ്രശ്നം എല്ലാവരെയും ബാധിക്കുന്നതല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു, ചിലരെ മാത്രം ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. ആരെയും ബാധിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ഇൻഷാ അല്ലാഹ്. അപ്പോൾ വളരെ നിസ്സാരമായി കാണേണ്ട ഒരു സാധനമല്ല ലിവിങ് ടുഗദർ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മെസ്സേജ് ഒറ്റയടിക്ക് വായിക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രശ്നം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ കൂടുതൽ അതിനെ നോക്കി. അപ്പോഴാണ് ഈ ജഡ്ജ്മെൻറ്റും ഇതിൻ്റെ ഈ ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ കാണുന്നത്, വളരെ വ്യക്തമായിട്ട് കാണുന്നത്. അതിനുശേഷവും ലിവിങ് ടുഗദറിൽ ജീവിച്ചുകൊണ്ട് കോടതിയിൽ പോയിക്കണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഒക്കാത്തത് കൊണ്ട് ആ കേസ് തള്ളുന്നതും ചിലവ് കിട്ടാത്തതും അതുപോലെ തന്നെ കേസ് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നതുമായ വിധികൾ ഒരുപാടുണ്ട്. അപ്പം കോടതിയിൽ ഇപ്പോൾ അങ്ങനെയാണ് നടക്കുന്നത്. നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നിയമപരമായ സപ്പോർട്ട് നമുക്ക് കിട്ടൂല എന്നതാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് ആരും പേടിച്ചുകൊണ്ടൊന്നും ചെയ്യാതിരിക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് വളരെ നിസ്സാരമായിട്ട് കാണരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടെ